ഈ കലിയുഗത്തിലെ ജനങ്ങള് സത്യത്തിനേക്കാൾ കള്ളത്തരങ്ങളാ കൂടുതല് പെട്ടെന്ന് വിശ്വസിക്കുക. തീയിലൂടെ നടക്കുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞ് ഈ കൂൾ സോക്സ് രണ്ടും എങ്ങനെയെങ്കിലും കൊണ്ടുവരണോന്ന് നീ പറഞ്ഞതിന് ശേഷം ദൈവമേ എത്ര ഷോപ്പ് കയറിയിറങ്ങിയ ഇതില്ലേ ഇത് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞത്. നീ പറഞ്ഞ പോലെ നിനക്ക് നല്ല മൈലേജ് വന്നിട്ടുണ്ട് മോളെ. ഒട്ടും സംശയം വരാത്ത രീതിയിലല്ലേ അഭിനയിച്ചു കളഞ്ഞേ. എന്തായാലും പറയണമല്ലോ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഒരു സീരിയലിലെ പ്രൊഡ്യൂസറാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു റോള് മേടിച്ചു തരണോ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും കാരണം ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സമുദ്രം നീന്തിക്കടന്ന അത്രയും റിലീഫാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ആവനി വേറെ എന്തെങ്കിലും ഒരു അവസരം സൃഷ്ടിക്കാനുള്ള പണിയിലായിരിക്കും. പോയി ആവനിയുടെ പരിപാടി നോക്കിയിട്ട് വരാം. നടന്നവാ പോവാം. ഈ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നതൊക്കെ എന്തിനാ? നിന്റെ നാടകം 4 ആൾ അറിയണമെങ്കിൽ നിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണമല്ലോ. എന്ത് നാടകം? അത് തന്നെ ചക്കരെ, ജനങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയ നിന്റെ കൂൾ സോക്സ് നാടകം. നിന്നെ പോലൊരു പെണ്ണിനെയും ഇതുപോലൊരു അച്ഛനമ്മമാരെയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ നീ കണ്ടില്ലേ, ഇനി ഇതി തലയിടണ്ട, നീ ബുദ്ധിമുട്ടേണ്ടി വരും. നോക്ക്, നിഹാരിയെ കുറിച്ച് നിനക്കിപ്പോഴെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വേദവതിയുടെ വീട്ടിൽ നിന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ആ വീട് വിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആ വീടുമായി എനിക്കൊരു പ്രത്യേക ബന്ധം തന്നെയുണ്ട്. ഞാനെങ്ങനെ ഇട്ടിട്ട് പോവും? ശ്രീകറും അവനീ തമ്മില് ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ എല്ലാവരും വിളിച്ചിട്ട് ഈ നാടകം പൊളിക്കുമെന്നാ? ആ സോക്സ് നീ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കോ? ചെല്ല്, കാണിച്ചു കൊടുക്ക്. നീ കാണിക്കുന്ന തെളിവുകൾ പോലും എങ്ങനെ തിരിച്ചടിക്കുമെന്ന് കാണേണ്ടി വരും. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യ്, അതുക്കപ്പുറം പാക്കലം. ചലോ മേരി ദുഷ്മൻ, ട്രൈ കർലോ. പറയാൻ എനിക്കൊരൊറ്റ നിമിഷം മതി. വേദവതി അമ്മയുടെ മരുമകളുടെ സ്വഭാവം ഇതാണെന്ന് ജനങ്ങൾ മുഴുവനും അറിയും. ആന്റിക്ക് അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ മേലിപ്പോ അത്രയ്ക്ക് വിശ്വാസമായിട്ടുണ്ട്. കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവുമെന്ന് നീ കേട്ടിട്ടുണ്ടാവും. മേ ബി ചെറിയ പ്രായത്തിൽ നീ പഠിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഇങ്ങനെ അഹങ്കരിക്കുന്നെ. മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന അത്ര എളുപ്പത്തില് ദൈവത്തെയും വിഡ്ഢിയാക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. തൃക്കണ്ണുള്ളവന് മുന്നില് ഈ കളി വേണ്ട, ഭസ്മമായി പോവും. ഒന്ന് നിർത്തുന്നുണ്ടോ എന്റെ മോളെ? ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും എനിക്കില്ല. വെറുതെ ഓരോ ഉപന്യാസങ്ങൾ എഴുതണ്ട. നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ അതിനുള്ള ഫലം അനുഭവിക്കാതെ പോവില്ല. ശിക്ഷ അനുഭവിക്കാതെ വഴിയില്ല. ആ ശിവൻ പോലും എന്നെ ഒന്നും ചെയ്യില്ല.
അമ്പലത്തിലെ കല്ലുകളും ചുവരിലെ ഈ ഫോട്ടോസും എന്നെ ഒന്നും ചെയ്യില്ല. എല്ലാവരുടെയും കണ്ണില് ഞാൻ എന്റെ നേർച്ച നിറവേറ്റിയ പോലെയാ. ദാറ്റ്സ് ഓൾ. നിന്റെ അഹങ്കാരത്തിനുള്ള അടി ഉടനെ തന്നെ ഉണ്ടാവും. ഏയ്, ദൈവത്തിന്റെ മേൽ നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പോയിരുന്ന് പ്രാർത്ഥിച്ചോ. വെറുതെ എന്നെ വന്ന് ഉപദേശിക്കാൻ നിൽക്കരുത്. മകളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും ഇതിനൊന്നും അനുഭവിക്കാതിരിക്കില്ല. എന്താ നാഗരാജ ഈ വഴിയൊക്കെ? ഓ, ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ദർശനം തന്നതാണോ? നിന്നെ കണ്ട ഇവിടുത്തെ വിഡ്ഢി ജനങ്ങള് നാഗരാജൻ പ്രത്യക്ഷപ്പെട്ടു, കുനിഞ്ഞു പ്രാർത്ഥിച്ച വരം പ്രസാദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാലഭിഷേകവും പുഷ്പവൃഷ്ടിയും ഒക്കെ നടത്തി ഇപ്പൊ വലിയ ഉത്സവാക്കി മാറ്റിയേന്. എന്റെ അടുത്ത് നിന്ന് നീ അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. നിഹാരിക, എന്റെ അടുത്ത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതുപോലെ ദൈവത്തിനടുത്ത് ഇതുപോലെ സംസാരിക്കരുത്. ഇതെങ്ങനെയാ ദൈവമാകുന്നേ? ജസ്റ്റ് ഒരു വിഷസർപ്പം. ശിവന്റെ കണ്ടാഭരണം അത്. വാക്കുകൾക്കൊരു ലിമിറ്റ് ഉണ്ടാവണം. നിന്നെ പോലുള്ള വിഡ്ഢികളൊക്കെ ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നത് കൊണ്ടാ ഇന്ത്യയിൽ ഇവറ്റകൾക്കൊക്കെ പൂജയും വ്രതങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിപ്പോ ചൈനയിലാണെന്ന് വെച്ചോ, നന്നായിട്ട് പൊരിച്ചെടുത്ത് കഴിച്ചു കളയും. ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നിഹാരിക. നിന്നെയും നിന്റെ ശിവനെയും പുച്ഛിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വന്നാ നീ എന്താ ചെയ്യാ? നീ കൊത്തുവോ? വാ, കൊത്തിക്കോ, നോക്കട്ടെ. ഏയ്, എന്താ ചെയ്യുന്നേ? നാഗേന്ദ്രനെ കൊല്ലാൻ പോവാ.
ക്ഷമ ചോദിക്കുക. എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും പറയില്ല. എന്നെ വിട്ടേക്ക്. വേണമെങ്കിൽ ഞാൻ ഏത്തോടാം. കാല് പൊള്ളിയല്ലോ ഭഗവാന്. അയ്യോ, സാക്ഷാൽ പരമശിവനെ കുറിച്ച് ഒരു വിലയില്ലാതെ നീ സംസാരിച്ചു. ഇപ്പൊ കണ്ടില്ലേ ശിവന്റെ മഹിമ? 2 തവണ തീയിലൂടെ നടക്കേണ്ടി വന്നു. നീ നിറവേറ്റേണ്ടിയിരുന്ന നേർച്ച പലിശയടക്കം നിറവേറ്റിയത് നീ കണ്ടോ? മുറിവില് നീ മുളക് തേക്കില്ലേ? അയ്യോ, സബാഷ്. നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? ഇവിടെ കളിക്കുന്നതേ നീയാ. അതുകൊണ്ടാ ദൈവം ഇപ്പൊ നിന്നെ കളിപ്പിച്ചത്. എന്റെ ഭാവി ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാവരുടെ അംഗീകാരം പിടിച്ചു പറ്റി. ആ അംഗീകാരത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നീ ചെയ്തു പോയ തെറ്റിന് ഞാനും ബലിയാടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഇപ്പൊ എന്റെ പേടി പോയി. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? സോക്സും ധരിച്ച് നീയല്ലേ ഈ തീയിലൂടെ നടന്നേ? അപ്പോ ആ കാര്യം ശ്രീകരേട്ടനും അറിയാം. തെറ്റ് ചെയ്ത പണിഷ്മെന്റ് കോമണാ. ഓം നമ ശിവായ. നിനക്കുള്ള പണി ഞാൻ തരാം അവനെ. ഈ ശിവരാത്രിയില് നീ എന്റെ മുന്നിൽ പെടാതിരിക്കില്ലല്ലോ. എന്തു പറ്റി മോളെ? എന്റെ പ്ലാൻ എനിക്ക് എന്നെ തിരിച്ചടിയായി. എന്താ പറയുന്നേ? പാമ്പ് മുന്നിൽ വന്ന് എന്നെ ഓടിപ്പിച്ചു. അവസാനം ആ അഗ്നികുണ്ഡത്തിൽ ചവിട്ടേണ്ടി വന്നു. ആണോ? അതെ അമ്മ. തിരുമേനി, പറഞ്ഞോളൂ അമ്മേ. സ്വാമിക്കുള്ള അഭിഷേകം തുടങ്ങാൻ വേണ്ടി ഇനി എത്ര സമയമുണ്ട്? ആ കാര്യം തന്നെയാണ് പറയാൻ പോണത്. എല്ലാ ഭക്തരുടെയും ശ്രദ്ധയ്ക്ക് അല്പനിമിഷത്തിനുള്ളിൽ സ്വാമിക്കുള്ള അഭിഷേകം തുടങ്ങാൻ വേണ്ടി പോണതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് തയ്യാറായിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതെ സ്വാമി. പറമോളെ. അഭിഷേകം ചെയ്യുമ്പോ എത്ര കുടം വരെ ഉപയോഗിക്കാം? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ 9 കുടം എടുക്കും, മറ്റു ചിലർ 21 കുടം എടുക്കും. അങ്ങനെ പല വിധത്തിൽ ചെയ്യുന്നവരുണ്ടേ. ആണോ? അപ്പോ ആവിനെ എല്ലാവരെക്കാളും ഗ്രേറ്റ് ആണെന്ന് സാരം. അതെന്താ നിഹാരിക? അതിനു മാത്രം അവൾ എന്താ ചെയ്തത്? ഇതുവരെ ചെയ്തില്ല ചേച്ചി, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആണോ? എന്താ അത്? 101 കുടങ്ങൾ വെച്ച് അഭിഷേകം ചെയ്യാമെന്നാ പറഞ്ഞത്. കുടം എടുത്തോ? അത്രയും കുടം ഒരുമിച്ചെടുത്താ ഒരാഴ്ചത്തേക്ക് പിന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞത് സത്യമാണോ നിഹാരിക? ഇതിപ്പോ ഞാൻ വെറുതെ പറഞ്ഞതൊന്നും അല്ല കാവ്യ. ആവന് തന്നെ എന്റെ അടുത്ത് വന്ന് നിഹാരിക നിഹാരിക, നീ ശ്രീകരേട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടി തീ കൂടെയൊക്കെ നടന്നതല്ലേ?
ഞാനിപ്പോ വേദവതി അമ്മയുടെ കുടുംബക്ഷേമത്തോടെ ഇരിക്കാൻ വേണ്ടി 101 കുടമെടുത്ത് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാ പറഞ്ഞത്. നിനക്കിപ്പോ നല്ല പേരായല്ലേ, അതുകൊണ്ട് കോമ്പറ്റീഷന് വേണ്ടി നിൽക്കാവള്. എല്ലാവരും അംഗീകാരത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. ലാവണ്യ, നീ ചെയ്യുന്നില്ലേ? എനിക്കൊന്നും പറ്റില്ല, എന്നെ നിങ്ങൾ വിട്ടേക്ക്. ആവനി അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല അമ്മേ. നിഹാരിക വെറുതെ ഓരോ കഥയുണ്ടാക്കി പറയുന്നതാ. അതെ, മനസ്സിലേതോ ദുരുദ്ദേശം വെച്ചുകൊണ്ട് മനഃപൂർവ്വം പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. ഞങ്ങളുടെ മോൾക്ക് നിങ്ങളോട് കളവ് പറയേണ്ട ആവശ്യം എന്താ? നേരത്തെ ആവനി അത് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, കേട്ടതാ. അതെ അതെ, അത്രയും പടികൾ കയറി 101 കുടം വെള്ളം ചുമക്കുമോ എന്ന് ചോദിച്ചപ്പോ ആഞ്ജനേയൻ സഞ്ജീവനി പർവ്വതം കൊണ്ടുവന്ന് അത്ര എളുപ്പത്തിൽ കൊണ്ടുവരുമെന്നാ പറഞ്ഞേ. ആക്കുന്നത് എന്തിനാ? 1001 കുടമാണെങ്കിലും എനിക്ക് ഓക്കെ ആണെന്നാ പറഞ്ഞത്. അത് സത്യമല്ലേ ആവനി? സത്യോ? നിഹാരിക പറഞ്ഞതെല്ലാം സത്യോ? ഞാൻ എന്റെ വാക്ക് നിലനിർത്തിയിരിക്കും. അഭിഷേകത്തിന് ഞാൻ തയ്യാറാണ്. 4 ദിവസം നിൽക്കാൻ വേണ്ടി വന്ന അതിഥിയായിരിക്കും, പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇത്ര വലിയൊരു കാര്യം ചെയ്യണത് അത്ര നിസാര കാര്യമൊന്നും അല്ലമ്മേ. അതുകൊണ്ടല്ലേ തിരുമേനി നിഹാരികയും ആവനിയും എനിക്ക് എന്റെ 2 കണ്ണുകളെ പോലെയാണെന്ന് പറയുന്നത്. ശിവരാത്രി നാളിൽ ഭക്തിയോടെ ദൈവത്തിന് എന്തൊക്കെ സേവ ചെയ്താലും അതൊന്നും വെറുതെ ആവില്ലല്ലോ പൂജാരി. അതെ മോളെ, ഇനി എന്തിനാ വൈകിക്കണേ? തുടങ്ങിക്കൂടാ മോളെ. ഇവിടെ പാലഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക.